ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന സംഘടന അവർക്കൊരു മാഗസിനുണ്ട്, പ്രബോധനം മാസികയിൽ ബംഗ്ലാദേശിൽ പച്ച മനുഷ്യനെ, ഹിന്ദുക്കളായിട്ടുള്ള കാഫിറായിട്ടുള്ള മനുഷ്യനെ പച്ചയ്ക്ക് കത്തിക്കുന്ന ഭീകര സംഘടനയായ അവിടുത്തെ ജമാഅത്തെ ഇസ്ലാമിയുടെ നേതാക്കന്മാരെ, അല്ലെങ്കിൽ അവിടുത്തെ ഹിന്ദു വേട്ട നടത്തുന്ന ഭീകരന്മാരെ വെള്ളപൂശി അവരുടെ അഭിമുഖങ്ങൾ മലയാളത്തിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതായത് നമ്മുടെ രാജ്യത്തെ ധാരാളം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. നമ്മുടെ രാജ്യത്തെ ജനങ്ങളെ വല്ലാതെ ആശങ്കപ്പെടുത്തുന്ന, മനുഷ്യനെ പച്ചയ്ക്ക് കൊല്ലുന്ന ആളുകളെ മഹത്വവൽക്കരിച്ചും മലയാളത്തിൽ പ്രസിദ്ധീകരിക്കാൻ ധൈര്യം കാണിച്ചിരിക്കുകയാണ് ജമാഅത്തെ ഇസ്ലാമി. അപ്പോൾ ജമാഅത്തെ ഇസ്ലാമി, സതീശനൊക്കെ പറയുന്നു ജമാഅത്തെ ഇസ്ലാമിയൊക്കെ മാറി കേട്ടോ, പണ്ടത്തെ ജമാഅത്തെ ഇസ്ലാമി അല്ല എന്ന് പറയുമ്പോൾ ഈ ബംഗ്ലാദേശിലെ ഈ ഭീകരതയെ വെള്ളപൂശുന്ന ആളുകളെ ഇവിടെ അവതരിപ്പിക്കുന്ന ഹീറോകളായിട്ട് അവതരിപ്പിക്കുകയാണ് കേരളത്തിലെ ജമാഅത്തെ ഇസ്ലാമി. സാർ അത് കണ്ടോ? ഞാൻ കണ്ടിരുന്നു. അതിപ്പോൾ ഈ ഫേസ്ബുക്കിലും യൂട്യൂബിലും ഒക്കെ അത് പറന്ന് നടക്കുന്നുണ്ട്. അതിൻ്റെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ജമാഅത്തെ ഇസ്ലാമിക്ക് മാറാൻ കഴിയില്ല. ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന സംഘടന ഉണ്ടായിട്ടുള്ളത് ഇന്ത്യയിലാണ് ഉണ്ടായിട്ടുള്ളത്. മൗദൂദിയാണ് 47 ആ സംഘടന വരുന്നത്. ആ സംഘടന ഉണ്ടാക്കിയത് തന്നെ എന്തിനാണെന്ന് വെച്ചാൽ ആഗോള ഇസ്ലാമിക സാമ്രാജ്യം സ്ഥാപിക്കുന്നതിന് വേണ്ടിയാണ്. ഖിലാഫത്ത് തന്നെയാണ്. ആഗോളത്തിൽ എന്തിനാ അങ്ങനെ ഒരു ആഗോള സാമ്രാജ്യം? ആഗോള ഇസ്ലാമിക സാമ്രാജ്യം നിലവിൽ വന്നാൽ മാത്രമേ ഏതൊരു മനുഷ്യനും യഥാർത്ഥ മുസ്ലിമായി ജീവിക്കാൻ കഴിയും. യഥാർത്ഥ മുസ്ലിമിൻ്റെ ലക്ഷണം എന്താണ്? യഥാർത്ഥ മുസ്ലിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരീഅത്ത് നിയമം അനുസരിച്ച് ജീവിക്കുന്ന മുസ്ലിമാണ്. ശരീഅത്ത് നിയമത്തിൻ്റെ സവിശേഷതകൾ എന്താണ്? ശരീഅത്ത് നിയമം അനുശാസിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അല്ലാഹു, ലോകാലോകങ്ങളുടെ സ്രഷ്ടാവായ അല്ലാഹു, അദ്ദേഹം അദൃശ്യനാണ്, അപ്രാപ്യനാണ്. അദ്ദേഹത്തെ നമുക്ക് ഒരു കാരണവശാലും അനുഭവിച്ചറിയാൻ കഴിയില്ല. അനുഭവത്തിന് അതീതമായി നിൽക്കുന്ന ഒരു മഹാശക്തിവിശേഷത്തെ സങ്കല്പിക്കുകയും ആ ശക്തിവിശേഷമാണ് അല്ലാഹു എന്ന് പറയുകയും ചെയ്യുന്നു. എല്ലാ സ്തുതികളും അല്ലാഹുവിന് മാത്രം. അല്ലാഹുവിൻ്റെ താഴെയുള്ള ഒരാൾക്കും സ്തുതി പറയാൻ പാടില്ല. അങ്ങനെ സ്തുതി പാഠകർ പാടില്ല മനുഷ്യന്. അപ്പോൾ ഇനി ഇതെന്താണ് ഇതിൻ്റെ കാര്യം എന്ന് ചോദിച്ചാൽ അതൊരു കാര്യം. രണ്ടാമത്തെ കാര്യം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അന്ത്യപ്രവാചകനിലും വിശ്വസിക്കണം. അതാരാ അന്ത്യപ്രവാചകൻ എന്ന് പറഞ്ഞാൽ മുഹമ്മദ് നബിയാണ്. അതിനുശേഷം പ്രവാചകന്മാരില്ല. അവിടെയാണ് എനിക്ക് അഭിപ്രായ വ്യത്യാസമുള്ളത്. കാരണം മുഹമ്മദ് നബിക്ക് ഈ കാര്യം കിട്ടിയത് ഒരു മറ്റേ ഗബ്രിയലിൽ നിന്നാണ്, മാലാഖ. അപ്പോൾ ദൈവം ഗബ്രിയലിനോട് വന്നിട്ട്, ഗബ്രിയൽ മുഹമ്മദ് നബിയോട് വന്നിട്ട്, മുഹമ്മദ് നബി നമുക്ക് തന്നിരിക്കുന്നതാണ് വിശുദ്ധ ഗ്രന്ഥം ഖുർആൻ. ദൈവം മുഹമ്മദ് നബിയോട് പറഞ്ഞിരുന്നെങ്കിൽ ആ ദൈവത്തിന് എൻ്റെ അടുത്ത് വന്ന് പറയാനുള്ളൊരു അവസരം ഉണ്ടാകുമല്ലോ. അപ്പം മുഹമ്മദ് നബിക്കൊരു പ്രവാചകനായിട്ടിരിക്കാമെന്നുണ്ടെങ്കിൽ എനിക്കും ഒരു പ്രവാചകനായിട്ടിരിക്കാനുള്ളൊരു അവകാശം ന്യായമായിട്ടുണ്ടല്ലോ. കാരണം ദൈവം മുഹമ്മദ് നബിയോട് മാത്രമായിട്ടൊരു കാര്യം കാണിക്കില്ലല്ലോ. ഏതെങ്കിലും ഇപ്പോൾ അവിടെയാണെങ്കിൽ ഒരുപാട് ഏഞ്ചൽസ് ഉണ്ട്, ഒരുപാട് ഗബ്രിയൽമാരുണ്ട്. ഏതെങ്കിലും ഒരു ഗബ്രിയലിനെ പറഞ്ഞു വിട്ട് എൻ്റെ അടുത്ത് വന്നിട്ട് എനിക്കും ഒരു പ്രവാചകനാകാനുള്ള സാധ്യത ഇല്ലാതെ ആക്കുന്നത് കൊണ്ടാണ് ആ ഭാഗത്തോട് എനിക്ക് വിയോജിപ്പുള്ളത്. അപ്പോൾ ഈ അന്ത്യപ്രവാചകനിൽ വിശ്വസിക്കണം. പിന്നെ ഒരേ ഒരു സത്യവേദമുള്ളൂ, അത് ഖുർആൻ മാത്രമാണ് എന്നുള്ള കാര്യത്തിൽ വിശ്വസിക്കണം. പിന്നെ 5 നേരം നിസ്കരിക്കുന്നതിൽ വിശ്വസിക്കണം. പിന്നെ അതിൽ പറയുന്ന സാമൂഹിക, രാഷ്ട്രീയ, സാമുദായിക നിയമങ്ങളിൽ വിശ്വസിക്കണം. അങ്ങനെ വിശ്വസിച്ച് ജീവിക്കുന്ന ഒരു മഹാസാമ്രാജ്യം ആഗോള അടിസ്ഥാനത്തിൽ സ്ഥാപിക്കലാണ് ആരുടെ ലക്ഷ്യം? ജമാഅത്തെ ഇസ്ലാമിയുടെ ലക്ഷ്യം. അതായത് ജമാഅത്തെ ഇസ്ലാമി ലക്ഷ്യം വെക്കുന്നത് മതരാഷ്ട്രത്തെ ശരീഅത്ത് നിയമപ്രകാരം സംസ്ഥാപിച്ച് നിലനിർത്തുക എന്നുള്ളതാണ്. സാറ് പറയുന്നത് അത്രയും വിശദമായിട്ടല്ലാതെ പച്ചയ്ക്ക് പറയുന്നൊരു വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ട്. നമുക്ക് ഒരു ഇസ്ലാമിക ഭരണത്തലവൻ്റെ കീഴിൽ, ഒരു ഗവർണറുടെ കീഴിലല്ലാതെ നമുക്ക് നിസ്കരിക്കാൻ പോലും പറ്റില്ല. അവർ പറയുന്ന സത്യമാണ്. ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഈ ഖുർആൻ വായിച്ചു കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ പുള്ളി ചക്കരയ്ക്കും മുതുകല്ലിനും ഒരുപോലെ ചെത്തിയിട്ടുണ്ട്. രണ്ടും പറഞ്ഞിട്ടുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാഷ്ട്രീയക്കാരൻ്റെ തന്ത്രം എടുത്ത് ഒരു മതഗ്രന്ഥം എഴുതിയ ആളാണ് മുഹമ്മദ് നബി.
എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എഴുതിയെന്നല്ല, പറഞ്ഞു കൊടുത്തത് ഓറൽ ട്രഡീഷനാണ് പറഞ്ഞു കൊടുത്തത്. എന്തൊക്കെ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ മുസ്ലിങ്ങൾക്ക് ഭൂരിപക്ഷം ഇല്ലാത്ത പ്രദേശങ്ങളിൽ ചെന്ന് കഴിഞ്ഞാൽ പുള്ളി സർവ്വമത സത്യവാദം പറയും. എല്ലാ മതങ്ങളും ഒന്നാണെന്ന് പറയും. മുസ്ലിങ്ങൾക്ക് ഭൂരിപക്ഷമുള്ള സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ പുള്ളി മറ്റവനെയൊക്കെ കൊല്ലാനും പറയും. ഇത് രണ്ടും പറഞ്ഞിട്ടുണ്ട്. ഇത് രണ്ടിലേതെങ്കിലും ഒന്നേ ശരിയാകുള്ളൂ. അപ്പോൾ ഞാൻ ഈ ഖുറാൻ വായിച്ച് പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് ഞാൻ ആദ്യം ഖുറാനെക്കുറിച്ച് എഴുതുന്നൊരു ലേഖനത്തിൻ്റെ ടൈറ്റിലേ ഖുറാനും ഖുമേനിയും എന്നാണ്. പഴയ ഖുമേനി, ഇവിടുത്തെ ഖമനേയി അല്ല, അതിന് 79-ലെ വിപ്ലവം ഖുമേനി. അപ്പോൾ അതിനകത്ത് എൻ്റെ വാദം എന്തായിരുന്നു വെച്ചാൽ, ഖുമേനിക്ക് ഖുറാനിൽ സ്പേസ് ഉണ്ടെങ്കിൽ ഖുറാൻ മനുഷ്യവിരുദ്ധമായൊരു ഗ്രന്ഥമാണ്. അത് മനുഷ്യ ഉന്മുഖമായൊരു ഗ്രന്ഥമായിട്ട് മാറണമെങ്കിൽ ഇയാൾക്ക് അതിനകത്ത് സ്പേസ് ഇല്ല എന്ന് പറയണം എന്നുള്ളതാണ്. അതാണ് ഞാൻ ആദ്യം എഴുതുന്ന ഒരു ലേഖനം. ആ ലേഖനത്തിൻ്റെ ഒരു പ്രത്യേകത ഉള്ളത് എന്താണെന്ന് വെച്ചാൽ, മലയാളത്തിലെ എല്ലാ പ്രസിദ്ധീകരണങ്ങളും തിരസ്കരിച്ച ലേഖനമാണ്. ആർക്കും പ്രസിദ്ധീകരിക്കാൻ ധൈര്യം ഉണ്ടായിരുന്നില്ല. മലയാളം പ്രസിദ്ധീകരിച്ചില്ല. ജയേന്ദ്രൻ നായർ വലിയ സോഷ്യലിസ്റ്റും സെക്കുലറും പിന്നെ എന്താണ് ഈ പത്രാധിപരുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി നിലകൊള്ളുന്ന മാന്യനുമായിരുന്നു. പ്രസിദ്ധീകരിച്ചില്ല. KC നാരായണൻ ലോകം കണ്ട ഏറ്റവും വലിയ ഡെമോക്രാറ്റിക് ഉള്ള ഒരാളാണല്ലോ. ഭാഷാഭൂഷണി പ്രസിദ്ധീകരിച്ചില്ല. മാതൃഭൂമിയിൽ പ്രസിദ്ധീകരിച്ചില്ല. അന്ന് എന്താ മാതൃഭൂമിയുടെ ഇത് ഏതൊരു കമൽ റാം സജീവ് എന്ന മറ്റോ പറഞ്ഞിട്ടായിരുന്നു, പ്രസിദ്ധീകരിച്ചില്ല. നല്ല പാർട്ടിയാ കമൽ റാം സജീവ്. അല്ല, ഇങ്ങനെ ഉള്ള എല്ലാ കമൽ റാം സജീവ് പിന്നെ മാധ്യമത്തിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ പത്രാധിപരായി. ഞാൻ ജമാഅത്തെ ഇസ്ലാമിയുടെ വാരികയായിട്ടുള്ള മാധ്യമത്തിൽ ഞാൻ അയച്ചു കൊടുത്തിട്ടാണ്, പ്രസിദ്ധീകരിച്ചില്ല. 5-6 കോപ്പി എടുത്തിട്ട് ഇങ്ങനെ അയച്ചു കൊടുത്തു. എല്ലാവരും പരീക്ഷണമായിരുന്നു. അവസാനം K. വേണുവിൻ്റെ സമീക്ഷയിലാണത് പ്രസിദ്ധീകരിച്ചു വന്നു എന്ന് മാത്രമല്ല 2 കൊല്ലം അത് സംബന്ധിച്ച സുദീർഘമായ സംവാദവും ഉണ്ടായി. അപ്പം ഞാനത് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, അതാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ സ്റ്റാൻഡ്. ഈ സ്റ്റാൻഡിൽ നിന്ന് മാറിക്കഴിഞ്ഞാൽ ജമാഅത്തെ ഇസ്ലാമി അല്ല. അങ്ങനെ അവർ ജീവിക്കുന്ന സമയത്താണ് VD സതീശന് ഒരു ബോധോദയം ഉണ്ടായി. മിക്കവാറും ഗബ്രിയേൽ മാലാഖ വന്ന് സതീശനോട് ഉറക്കത്തിൽ പറഞ്ഞതായിരിക്കും. എന്ത്? ജമാഅത്തെ ഇസ്ലാമി പഴയ പോലെയല്ല, മാറി. അവർക്ക് മതരാഷ്ട്രവാദം ഉപേക്ഷിക്കാൻ പറ്റില്ല. അവരുടെ വാദം എന്താണെന്ന് വെച്ചാൽ, മുഹമ്മദ് നബി മതരാഷ്ട്രവാദം സ്ഥാപിച്ച മനുഷ്യനാണ്. പ്രവാചകനാണ് ആദ്യത്തെ മതരാഷ്ട്രവാദി. പ്രവാചകനാണ് മറ്റ് ദേവ ആരാധനാലയങ്ങൾ തച്ചുടച്ചതും പിടിച്ചെടുത്ത്. മക്കയും മദീനയും ആരുടെ പള്ളിയായിരുന്നു? മുസ്ലിങ്ങളുടെ പള്ളിയല്ലായിരുന്നല്ലോ, അതെ, ജൂതന്മാരുടെ പള്ളിയായിരുന്നു. പുള്ളി പിടിച്ചെടുത്തിട്ട് അവിടെയുള്ള എല്ലാ വിഗ്രഹങ്ങളെയും അടിച്ചുടച്ചിട്ട് അതിനെല്ലാം കളഞ്ഞിട്ട് ഇത് പള്ളിയാക്കി മാറ്റേണ്ടി ചെയ്തത്. ആ പാരമ്പര്യമാണ് ഇസ്ലാമിക ആക്രമണകാരികളായി വന്ന എല്ലാവരും ഈ ക്ഷേത്രങ്ങൾ ആക്രമിക്കാനുള്ള കാരണം, ബിംബാരാധനയെ ആക്രമിക്കാനുള്ള കാരണം. അവർ യൂറോപ്പിലേക്ക് പോയപ്പോൾ അത് ക്രിസ്ത്യൻ പള്ളികളായിരുന്നു. ഇന്ത്യയിലേക്ക് വന്നപ്പോൾ ഹിന്ദു ക്ഷേത്രങ്ങളായിരുന്നു. അതിൻ്റെ എല്ലാം ആദിമ സ്രോതസ് എന്ന് പറഞ്ഞാൽ ഈ ഖുറാൻ തന്നെയാണ്. ആ ഖുറാനിൽ അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അവർക്ക് അങ്ങനെയല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. ചെയ്യുക എന്നുള്ളത് ഒരു ഇസ്ലാം മതവിശ്വാസിയുടെ കടമയാണ്, ധാർമ്മികമായ കടമയാണ് എന്നാണ് ജമാഅത്തെ ഇസ്ലാമി പറയുന്നത്. അപ്പോൾ ജമാഅത്തെ ഇസ്ലാമി അങ്ങനെ പറഞ്ഞിരിക്കുകയാണ്. സതീശൻ എന്ത് പറഞ്ഞത്? ഇങ്ങനെ ഗബ്രിയേൽ മാലാഖ ഇന്നലെ രാത്രി ഉറക്കത്തിൽ വന്നിട്ട് എൻ്റെ അടുത്ത് സ്വപ്നത്തിൽ വന്നിട്ട് പറഞ്ഞു, ജമാഅത്തെ ഇസ്ലാമി മാറിയിരിക്കുന്നു, അവർക്കിപ്പോൾ ഇതൊന്നുമില്ല എന്ന് പറഞ്ഞു. അവർ സമ്മതിച്ചിട്ടില്ല. അവർ ആ മാലാഖയെ തള്ളിക്കളഞ്ഞു. കാരണം അവർക്ക് അങ്ങനെ ജീവിക്കാൻ പറ്റൂ. രണ്ടാമതൊരു വാദം അവർ ഉന്നയിക്കാറുണ്ട്. ജമാഅത്തെ ഇസ്ലാമി അത് ബംഗ്ലാദേശിലെ ജമാഅത്തെ ഇസ്ലാമി, ഇത് ഇവിടുത്തെ ജമാഅത്തെ ഇസ്ലാമി. അങ്ങനെ ബംഗ്ലാദേശിലെ ജമാഅത്തെ ഇസ്ലാമി ഇവിടുത്തെ ജമാഅത്തെ ഇസ്ലാമിയും തമ്മിൽ വ്യത്യാസം ഉണ്ടെങ്കിൽ, ബംഗ്ലാദേശിൽ ജമാഅത്തെ ഇസ്ലാമിക്കാർ ചെയ്ത എല്ലാ ചെറ്റത്തരത്തെയും മഹത്വവൽക്കരിച്ചുകൊണ്ട് ഇവിടെ എഴുതേണ്ട കാര്യം, ഈ അഭിമുഖം വരേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? ജമാഅത്തെ ഇസ്ലാമി എന്ന് പറഞ്ഞാൽ ജമാഅത്തെ ഇസ്ലാമി തന്നെ. മാത്രമല്ല സാർ, ജമാഅത്തെ ഇസ്ലാമി ഇന്ന് വരെ ബംഗ്ലാദേശിൽ നടക്കുന്ന ന്യൂനപക്ഷ വേട്ട, ഹിന്ദു വേട്ട തെറ്റാണെന്ന് ഒരു സ്റ്റേറ്റ്മെന്റ് പോലും പറഞ്ഞിട്ടില്ല.
അല്ല, അപ്പം ഞാൻ ഒന്ന് ചോദിക്കട്ടെ, UDF ഏത് നേതാവ് പറഞ്ഞിട്ടുണ്ട്? പറഞ്ഞിട്ടില്ല. മുസ്ലിം ലീഗ് പറഞ്ഞിട്ടുണ്ടോ? ആരും എന്തിന് പ്രിയങ്ക ഗാന്ധിയും രാഹുൽ ഗാന്ധിയും പോലും പറഞ്ഞിട്ടില്ല. ഇല്ല. അവർ പിന്നെ അല്ലല്ലോ. അവരിപ്പോൾ മതം മാറി ഇസ്ലാമായി കഴിഞ്ഞല്ലോ. അവർ ദേ സ്റ്റാൻഡ് ഫോർ ഇസ്ലാം. അപ്പോൾ അതുകൊണ്ട് അവരുടെ നമ്മൾ പ്രതീക്ഷിച്ചിട്ട് കാര്യമില്ല. അപ്പോൾ പ്രബോധനം എന്ന് പറയുന്ന ജമാഅത്തെ ഇസ്ലാമിയുടെ ഒഫീഷ്യൽ ഓർഗൻ, ഔദ്യോഗിക പ്രസിദ്ധീകരണം, അവർ ബംഗ്ലാദേശിലെ ജമാഅത്തെ ഇസ്ലാമി തന്നെയാണ് ഇവിടുത്തെ ജമാഅത്തെ ഇസ്ലാമിന്ന് സ്ഥാപിച്ചു കഴിഞ്ഞു. ആ ജമാഅത്തെ ഇസ്ലാമിയെയാണ് UDF അവരുടെ സഖ്യകക്ഷിയായി എടുത്തിരിക്കുന്നത്. പക്ഷേ ഇപ്പോൾ CPM അത് ഉറക്കെ പറയുന്നുണ്ട്. ബാലൻ പറയുന്നുണ്ട്. ബാലൻ തന്നെ പറഞ്ഞു, അതായത് ഇനി UDF ഭരണം കിട്ടിയാൽ ആഭ്യന്തരമന്ത്രി ജമാഅത്തെ ഇസ്ലാമിയുടെ ആയിരിക്കുമെന്ന്. പക്ഷേ സംശയം അത് ഉറപ്പുള്ള കാര്യമാണ് നമുക്ക്. പക്ഷേ ഇതേ CPM ഇവരുമായിട്ട് ചങ്ങാത്തത്തിലായിരുന്നു. അതെ, അതുകൊണ്ട് അവർക്ക് നന്നായിട്ട് അറിയാം. അതെ, ഇവരെ ഈ മുസ്ലിം ലീഗ് ഇപ്പോൾ സത്യത്തിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ പിടിയിൽ അമർന്നു പോയൊരു സംഘടനയാണ്. മുസ്ലിം ലീഗിൻ്റെ അവസ്ഥ അതാണ്. മുസ്ലിം ലീഗ് ഇപ്പോൾ അത് മുസ്ലിം ലീഗുകാർ പറയുന്ന കാര്യം, മുസ്ലിം ലീഗ് ഉള്ളതുകൊണ്ടാണ് ഇവിടെ തീവ്രവാദ സംഘടനകൾ വളരാത്തതെന്നാണ്. അതിന് ആര്യാടൻ മുഹമ്മദിൻ്റെ ഒരു ചോദ്യമുണ്ട്. മുസ്ലിം ലീഗ് ഉള്ളപ്പോഴല്ലേ തീവ്രവാദ സംഘടനകളായ സിമി അടക്കമുള്ളതെല്ലാം ഇവിടെ വളർന്നു വന്നത്? അപ്പം മുസ്ലിം ലീഗ് ഉണ്ടെങ്കിൽ ഇത് വളരില്ല എന്ന് പറയുന്നത് അവിടെ വെച്ച് തന്നെ തെറ്റിയല്ലോ എന്ന്. പക്ഷേ ആര്യാടൻ മുഹമ്മദിൻ്റെ ആ പാരമ്പര്യമുള്ള ഒരൊറ്റ നേതാവും കോൺഗ്രസ്സിൽ ഇല്ലാത്തതുകൊണ്ട് അവരിത് അംഗീകരിക്കുമെന്നില്ല. സതീശന് കേവലം എങ്ങനെയെങ്കിലും ഒന്ന് മുഖ്യമന്ത്രി കസേരയിൽ ഇരിക്കണം. അതെ, ഒരു ദിവസമെങ്കിലും ഇരുന്നിട്ട് അന്തരിച്ചാൽ മതി എന്നാണ് അദ്ദേഹം കരുതുന്നത്. പക്ഷേ പറവൂരെ ജനങ്ങൾ തീരുമാനം എടുത്തിട്ടുണ്ടെന്ന് ചിലരൊക്കെ പറയുന്നുണ്ട്. സതീശൻ ഇത്തവണ MLA പോലും ആവില്ല എന്ന്. എനിക്കറിയില്ല അതിനെക്കുറിച്ച്, ഞാനൊന്നും പറയുന്നില്ല. അങ്ങനെയൊക്കെ കേൾക്കുന്നുണ്ട് ഒരുപാട് പേര്. ആരൊക്കെ ജയിച്ചാലും പറവൂർ സതീശൻ ജയിക്കരുത് എന്ന തരത്തിലൊരു ക്യാമ്പയിൻ പതുക്കെ ആരംഭിച്ചിട്ടുണ്ട്. ഓക്കെ.